ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫേസ്ബുക്കിൽ അവയർനെസ് ആർട്ടിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ട്രാഫിക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ട്രാഫിക് ആഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ നേരത്തെ അവയർനെസ് ആഡ് നമ്മുടെ കമ്പനിയെ മാക്സിമം ആളുകളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അതായത് ഏകദേശം 12ഓളം പ്ലേസ്മെന്റിൽ ഫേസ്ബുക്ക് അത് കാണിക്കും. അപ്പോൾ അത് ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അങ്ങനെ ആളുകളിലേക്ക് എത്തിച്ചാൽ പോലെ നമുക്ക് റിസൾട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനോ അതല്ലെങ്കിൽ കമ്പനിയുടെ സർവീസുകൾ കൊടുക്കാനോ കഴിയുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് നമ്മളോട് കസ്റ്റമർ ഡയറക്റ്റ് കോൾ ചെയ്യാനോ അതല്ലെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്യാനോ ആ രീതി എങ്ങനെയെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരെ മെസ്സഞ്ചറിലേക്ക് പോവാം. ഓക്കെ, മെസ്സഞ്ചറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ആഡ് അക്കൗണ്ടിലാണ് ആഡ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം. എനിക്ക് ഇവിടെ കുറെ ആഡ് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ യാസീൻ ഫോർ കസ്റ്റമർ എന്നുള്ള ഈ അക്കൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ആൾറെഡി 2 ആഡ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരെ ക്രിയേറ്റിൽ പോകാം. അതുപോലെ തന്നെ ഇവിടെ ട്രാഫിക് ആഡ് സെലക്ട് ചെയ്യാം. ഈ ട്രാഫിക് ആഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണിക്കും ഇത് ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് വരുന്നുണ്ട്, ലാൻഡിംഗ് പേജ് വ്യൂ വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സാപ്പ്, പിന്നെ കോള്. ഈ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരെ കണ്ടിന്യൂയിലേക്ക് പോവാം. കണ്ടിന്യൂ. ഓക്കെ, നമ്മളവിടെ പേര് ട്രാഫിക് നെയിം മാറ്റി കൊടുക്കാം. സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസൈൻ കൊടുക്കാം. നമ്മളതിൻ്റെ കോപ്പി എടുക്കുന്നു. ഈ പേജിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നേരെ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. നമ്മൾ നേരത്തെ കോപ്പി എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഇതിനടിയിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഏകദേശം ഒരു 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെബ്സൈറ്റിലേക്ക്, ഒന്ന് ആപ്പ്, മെസ്സേജ്, ഇൻസ്റ്റാഗ്രാം, കോള്. നമുക്ക് വേണ്ടത് ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് വാട്സപ്പ് മെസ്സേജാണ്. അപ്പോൾ അതിൽ ഈ 3ാമത്തെ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നേരെ താഴോട്ട് പോരുക. താഴോട്ട് പോകുന്നാൽ ഇവിടെ ആൾറെഡി ഞാനിവിടെ പേജ് സെലക്ട് ആക്കിയിട്ടുണ്ട്. പേജ് സെലക്ട് ആക്കാത്ത ആളുകളുണ്ടെങ്കിൽ പേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നേരെ മാനുവലിലേക്ക് വരിക. മാനുവലിലേക്ക് വന്നാൽ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ 3 ഓപ്ഷനും ഇപ്പം ആക്റ്റീവായിട്ടാണ് കിടക്കുന്നത്, അതായത് എനേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. മെസ്സഞ്ചർ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്. നമുക്ക് ഈ മുകളിലെ മെസ്സഞ്ചർ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇത് രണ്ടും അൺടിക്ക് ചെയ്യാണ്. ഒക്കെ നമുക്ക് വാട്സപ്പ് മാത്രം മതി. ഇവിടെ അടിയിൽ കൊടുത്തുള്ള വാട്സപ്പ് ഓക്കെ ആണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നേരെ താഴോട്ട് പോരുക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെയിലി ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1000 രൂപ ഡെയിലി ബഡ്ജറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് 500 അതല്ലെങ്കിൽ 300, 200 ഒക്കെ ചെയ്യാം. ഓക്കെ, ഈ ബഡ്ജറ്റ് നമ്മൾ 1000 വേണമെന്ന് നിർബന്ധമല്ല, നമുക്ക് എത്രയാണ് വേണ്ടത് അത് നോക്കി ചെയ്യാം. നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോരുക. അടുത്തത് ലൊക്കേഷനാണ്. നമ്മൾ ഇന്ന് ലൊക്കേഷൻ ചെയ്യുന്നത് നമ്മൾ കേരളം മാത്രമല്ല, കുറച്ച് അധികം സ്ഥലങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കേരള, തമിഴ്നാടു, പിന്നെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ദുബായ്, ഒമാൻ, സൗദി അറേബ്യ. ഓക്കെ, ഇത്രയും രാജ്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരെ താഴോട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്ത രാജ്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ബാംഗ്ലൂരു, പിന്നെ കേരള.
അപ്പോൾ തന്നെ വിദേശത്ത് 3 രാജ്യങ്ങളാണ്. ഒന്ന് സൗദി അറേബ്യ, ഒന്ന് ഒമാൻ, ഒന്ന് ദുബായ്. ഓക്കെ, നേരെ താഴോട്ട് പോരുക. ഏജ് നമ്മളിവിടെ മിനിമം ഏജ് കൊടുത്തിട്ടുള്ളത് 18 വയസ്സാണ്. നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇവിടെ എഡിറ്റ് പോയാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ലാംഗ്വേജ്, അതായത് മലയാളികൾക്ക് മാത്രം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ മലയാളം ലാംഗ്വേജ് കൊടുക്കണം ഇവിടെ. നേരെ താഴോട്ട് പോരുക. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ല ഈ പേജിൽ. നേരെ തേർഡ് പേജിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ആഡ് നെയിം കൊടുത്തു നമ്മൾ നേരത്തെ കൊടുത്ത നെയിം പേസ്റ്റ് ചെയ്യാം. നേരെ താഴോട്ട് പോരാ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഫേസ്ബുക്ക് ഓക്കെയാണ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഓക്കെയാണ്, വാട്സാപ്പ് നമ്പറും ഓക്കെയാണ്. നേരെ താഴോട്ട് പോരാ. അവിടെ നമ്മൾ സിംഗിൾ ഇമേജ് ആണ് കൊടുക്കുന്നത്. അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റപ്പ് ക്രിയേറ്റീവിൽ പോവാം. ഇമേജ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ നേരെ അപ്ലോഡിലേക്ക് പോവാണ്. അപ്ലോഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. നേരെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ്. ഇവിടെ നമ്മൾ പ്രൈമറി ടെക്സ്റ്റ് എന്തെങ്കിലും കൊടുക്കുക. കുറഞ്ഞ ചെലവിൽ പോസ്റ്റർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അടിയിൽ കോൾ ടു ആക്ഷൻ കൊടുത്തിട്ടുള്ളത് സെൻഡ് വാട്സപ്പ് മെസ്സേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഡൺ കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആഡ് സൈഡിലായിട്ട് നമുക്ക് ആഡ് കാണാൻ കഴിയുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ നമ്മൾ പ്രൈമറി ടെക്സ്റ്റ് അത് നമ്മളെ ആഡിന്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്ര സംഗതി ഇവിടെ ചെയ്യാനുള്ളത്. നേരെ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, പബ്ലിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് പ്രോസസ്സിങ്ങിലാണ്. ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കത് ആക്റ്റീവിലേക്ക് പോകും. ഓക്കെ, പിന്നെ ഇതിൽ എമൗണ്ട് ഇടുന്ന വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്ത വീഡിയോയിലൊന്നും ജസ്റ്റ് നോക്കിയാൽ നേരെ ഈ ലെഫ്റ്റ് സൈഡിൽ ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ എമൗണ്ട് ഇടാനുള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.